നേര്യമംഗലത്ത് നിർമ്മാണത്തിലിരുന്ന കോൺക്രീറ്റ് കെട്ടിടം തകർന്നു വീണു. കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിലുള്ള കെട്ടിടമാണ് തകർന്നത്. തൊഴിലാളികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. 17 കോടിയോളം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് മുൻപ് കോൺഗ്രസ് ആരോപിച്ചിരുന്നു. നേര്യമംഗലത്ത് നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരുന്ന കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിലുള്ള കെട്ടിടമാണ് തകർന്നു വീണത്. തൊഴിലാളികൾ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്തായിരുന്നു അപകടം. സംഭവ സമയത്ത് ആരുമില്ലാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. യാതൊരുവിധ മാനദണ്ഡവും പാലിക്കാതെ ഏകദേശം 17 കോടി രൂപ ചിലവഴിച്ചാണ് നിർമ്മാണ പ്രവർത്തനം നടത്തിവരുന്നതെന്നും 100% അഴിമതിയാണ് ഇതിനു പിന്നിലെന്നും ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും കവളങ്ങാട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ചാക്കോ പറഞ്ഞു. തലനാരിഴയ്ക്കാണ് 100 കണക്കിന് തൊഴിലാളികൾ ഇവിടെ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ 100 കണക്കിന് ആളുകൾ അപകടത്തിൽപ്പെട്ടത്. ഈ ബിൽഡിംഗ് ഒന്ന് പണി പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഈ അപകടം ഉണ്ടായിരുന്നെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ മരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ആദ്യമേ ചൂണ്ടിക്കാണിച്ചത് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾക്ക് പറയാനുള്ളത്. യാതൊരു തല നിർമ്മാണ പ്രവൃത്തി പരിചയവുമില്ലാത്ത ഒരു കടലാസ് കമ്പനിയെ തീർത്തും അഴിമതി, 100% അഴിമതിയാണ്. അന്ന് ഞങ്ങൾ പറഞ്ഞതനുസരിച്ച് 100% അഴിമതിയാണ്. ആ അഴിമതിക്ക് വേണ്ടി ഇവർക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ആൾക്ക് ഈ കരാർ കൊടുത്തുകൊണ്ടാണ് ഈ പ്രവർത്തനം ഇവിടെ ആരംഭിച്ചത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാകും, ഇത് സിമെൻ്റാണോ മണലാണോ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചത്. അതുപോലെ ഇപ്പോൾ അപ്പുറം ഇരിക്കുന്ന ബിൽഡിങ്ങൊക്കെ വിണ്ടിരിക്കുകയാണ്. അതൊന്നും താമസിക്കാതെ ഒരു മഴ പെയ്താൽ പിറ്റേ ദിവസം നിലം പതിക്കാവുന്ന തരത്തിലേക്ക് അത് നിൽക്കുകയാണ്. കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഭരണസമിതിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, 10,000 കണക്കിന് വരുന്ന ബാങ്കിലെ സാധാരണക്കാരായ പാവപ്പെട്ട കർഷകരുടെ അവരുടെ വിയർപ്പിൻ്റെ ഓരോ തുള്ളികളുമാണ് ഈ ബിൽഡിംഗ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഗവൺമെൻറ് ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം. ഒരു മാനദണ്ഡവും പാലിക്കാതെ കൊടുത്ത ഈ കരാർ റദ്ദാക്കണം. ഇത് ഞങ്ങൾ രേഖാമൂലം പരാതി കൊടുത്താണ്. ഭരണസ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അത് അട്ടിമറിച്ചിരിക്കുകയാണ്. സഹകാരികളെ കൂട്ടിക്കൊണ്ട് ശക്തമായ സമരപരിപാടികളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ബാങ്കിൻ്റെ പ്രസിഡന്റ് അടക്കമുള്ള CPM-ൻ്റെ നേതാക്കന്മാരെ ഇത്തരം പരിപാടി ചെയ്ത ഇവരെ ഞങ്ങൾ തെരുവിലിറങ്ങി നടക്കാൻ അനുവദിക്കില്ല എന്നുകൂടി ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിൽ നിർമ്മിക്കുന്ന കെട്ടിടമാണിത്. അഴിമതിക്കെതിരെ ശക്തമായ അന്വേഷണം വേണമെന്നും ദുരന്തമുണ്ടാകാൻ സാഹചര്യം ഒരുക്കിയവരുടെ പേരിൽ നടപടി സ്വീകരിക്കണമെന്നും കോൺഗ്രസ് കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ബാബു എലിയസ് ആവശ്യപ്പെട്ടു. ഞങ്ങൾ കുറെ കാലമായി പറയുന്നു, ബിനാമികളെ വെച്ച് കോഴിക്കോടുള്ളൊരു കോൺട്രാക്ടർ, അത് CPM-ൻ്റെ ബിനാമി കോൺട്രാക്ടറാണ്, അവരെ വെച്ചാണ് ഈ കെട്ടിട നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നെല്ലിമറ്റത്തെ മെയിൻ ഓഫീസായാലും ഇപ്പോൾ പണിയുന്ന ഓഫീസായാലും ഇതെല്ലാം ബിനാമികളുടെ പേരിലാണ് ഈ കെട്ടിട നിർമ്മാണം നടക്കുന്നത്. ഇതിനെതിരെ വളരെ ശക്തമായ ഒരു അന്വേഷണം വേണം. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? മേലിലെങ്കിലും ഇങ്ങനെയുള്ള വലിയ കാര്യങ്ങൾ, ഒരു കൊട്ടേഷനൊക്കെ പൊതുവെ ആളുകളുടെ നിന്നെടുത്ത് നല്ല ആളുകളെ കൊണ്ട് പണിയിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മുടെ ആളുകൾ കാണിക്കണം. അപ്പോൾ ഈ ഇടിഞ്ഞു വീണതിനെ പറ്റി നല്ലൊരു അന്വേഷണം നടത്താനും അതിന് കൊട്ടേഷൻ കൊടുത്തവരുടെ പേരിൽ അത് ഇടിഞ്ഞു കാണാൻ സാഹചര്യം ഒരുക്കിയവരുടെ പേരിൽ നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇതിൻ്റെ പേരിൽ തിങ്കളാഴ്ചയും ഒക്കെയായി ഒരു പ്രക്ഷോഭണം, ഈ കാര്യങ്ങൾക്ക് തീരുമാനമായില്ലെങ്കിൽ ഞങ്ങൾ സമരമറയത്തിലേക്ക് ഇറങ്ങും. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.